ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ആർക്കും സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെല്ലുവിളികളുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ഷഹനാസിനെ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആർക്കും ഒരു സംശയമൊന്നുമില്ലെന്ന്. പാലക്കാടിൽ രാഹുലിനെതിരെ മത്സരിച്ച് തൂറിത്തോറ്റ ഈ സരിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഷഹനാസ് രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? ഈ ഇപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ള പോസ്റ്റിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഇനി ഞാനിവിടെ വേറൊരു പോസ്റ്റ് വയ്ക്കാം. ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വെല്ലുവിളിച്ച ഒരു പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴിയെ, കാട്ടുകോഴിയെ ഞാൻ നിലയ്ക്ക് നിർത്തേണ്ടിടത്ത് ഞാൻ നിർത്തി. ധൈര്യമുണ്ടോ ചാനൽ ചർച്ചയിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്തതുപോലെ എൻ്റെ മുമ്പിലിരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇവിടെ ഷഹനാസ് ചോദിക്കുന്നത്. ഇത്രയും പാടുപെടേണ്ട വല്ല കാര്യമുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ആ ചാറ്റ് അങ്ങോട്ട് പുറത്തു വിട്ടേ. കേരള ജനങ്ങളൊന്ന് കാണട്ടെ, ചാറ്റ് സത്യം മനസ്സിലാക്കട്ടെ. ധൈര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടം ഇത് ആ ഇൻ്റർവ്യൂവിൽ 24-നകത്ത് വന്ന ആഷ്മിക്ക് കൊടുത്ത ആ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചാറ്റ് പുറത്തു വിടാം. ധൈര്യമുണ്ടോ നിങ്ങളുടെ ചാറ്റ് പുറത്തു വിടാൻ എന്ന് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ മൊത്തം ചാറ്റ് പുറത്തു വിടുക. അല്ലാതെ വാലും തലയും ഇപ്പം കണ്ടില്ലേ, ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുക, വാലും തലയും ഇല്ലാത്ത ചാറ്റുകൾ. ജസ്ല മാടശ്ശേരിയുടെ ഒരു സ്ക്രീൻഷോട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനകത്ത് ഒരു അറ്റവും ഇല്ല, ഒരു വാലും ഇല്ല, ഒരു തലയും ഇല്ല. ധൈര്യമുണ്ടെങ്കിൽ മൊത്തവും പുറത്തു വിടണം, അതാണ് വേണ്ടുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇവിടെ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് പുറത്തു വിടും, അല്ലെങ്കിൽ നിങ്ങൾ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം അത് പുറത്തു വിടും. അപ്പോൾ ഇതിൽ കൂടുതൽ വല്ല തെളിവും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം ഒരു ഇൻ്റർവ്യൂ എടുത്തത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാനാണെന്നും ആഷ്മി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തായതുകൊണ്ട് രാഹുലിനെ വെളുപ്പിക്കാൻ നടത്തിയൊരു ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് PR വർക്ക് ടീമുകൾ വന്ന് ഇതിനകത്ത് കിടന്ന് മെഴുകുന്ന ഞാൻ കണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഈ ഇൻ്റർവ്യൂ കൊടുത്തത് പുള്ളിയെ വെളുപ്പിക്കാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പുള്ളി തെറ്റുകാരനല്ല, അല്ലെങ്കിൽ പുള്ളിയെ ന്യായീകരിച്ചുകൊണ്ടോ തെറ്റുകാരനല്ലാത്തതുകൊണ്ടോ നടത്തിയ ഒരു വെളുപ്പീർ ഇൻ്റർവ്യൂ അല്ല. തൻ്റെ പ്രസ്ഥാനം ഞാൻ കാരണം തകരരുത് എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ രാഹുൽ മാങ്കൂട്ടം നടത്തിയെന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ജയിലിൽ പോയിട്ട് പോലും പല ആളുകളും പറഞ്ഞു വരുത്തിയ കാര്യം എന്താണ്? കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്രയും ഒരു കേസിൽ ഇത്രയും ഒരു ആരോപണങ്ങൾ ഉള്ളൊരു വ്യക്തിയെ കോൺഗ്രസ് ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരുപാട് വ്യക്തികൾ PR വർക്കുകളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെതിരെ പ്രതിരോധിക്കാനാണ് തൻ്റെ നിരപരാധിത്വം, കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം തന്നെ സംരക്ഷിച്ചിട്ടില്ല എന്ന നട്ടലോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് വന്ന് സംസാരിക്കാൻ രാഹുൽ ആ ഒരു ധൈര്യം കാട്ടിയത്. അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ച്, ഒന്നുമില്ലെങ്കിൽ കുറേ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ച് വെക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ഒരു ആരോപണം വന്നിട്ട് പോലും പാർട്ടി ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് PR വർക്കുകളുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾ ചിലപ്പോൾ വിശ്വസിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെതിരെ പ്രതിരോധിച്ചാണ് രാഹുൽ മാങ്കൂട്ടം ആ ഒരു ഇൻ്റർവ്യൂ തന്നെ നടത്തിയെന്ന് ആര്യാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ എവിടെയാണ് പാർട്ടി സംരക്ഷിച്ചിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു ആരോപണം വന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാഹുൽ തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ ഭാഗം കേൾക്കാതെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയെന്ന്. അത്രയ്ക്കും സങ്കടം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. കാരണം പാർട്ടി എന്നെ തള്ളിക്കളഞ്ഞാലും കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും. എനിക്ക് പാർട്ടിയെ തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന് രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ 24-നാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ പുരുഷന്മാരുടെ ഭാഗവും കൂടെ കേൾക്കാനൊരു സ്പേസ്, ഒരു വേദി എവിടെയെങ്കിലും ഒരുങ്ങണമല്ലോ. പക്ഷെ ആ ഒരു വേദി ഒരുക്കിയതിന് 24-നൊരു ബിഗ് സല്യൂട്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് പുള്ളിയുടെ നിരപരാധിത്വം അത് ജനങ്ങളിലേക്ക് പറയാൻ ഇന്ന് വരെ പുള്ളി ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും കണ്ടിട്ടില്ല, നമ്മൾ ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഈ അതിജീവിതകളെന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്നിട്ടുള്ള ഒരു അറ്റവും മൂലം മാത്രമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ഇതെല്ലാം പൊളിച്ചടുക്കി അവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നട്ടലുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കണം, അതാണ് വേണ്ടുന്നത് അല്ലേ? ഫുൾ ചാറ്റ് തെളിവ് സഹിതം പുറത്തുവിടാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ട് എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല? മറിച്ച് അവിടെ എവിടെയും പോയിരുന്ന് പത്രസമ്മേളനം നടത്തി വായി തോന്നുന്നു കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? ഇനി ഞാൻ കഴിഞ്ഞ ദിവസം
രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ച് ഷഹനാസിൻ്റെ ഓരോ ഉടായ്പകളും കള്ളങ്ങളെല്ലാം കഴിഞ്ഞ ദിവസത്തെ 24 ന്യൂസിനകത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടം പൊളിച്ചടക്കിയിട്ടുണ്ട്. എല്ലാം രാഹുൽ മാങ്കൂട്ടം എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണല്ലോ ഷഹനാസ് ഇപ്പം ഈ ഒരു പത്രസമ്മേളനം വിളിച്ച് വരുത്തിയത്. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയും നട്ടലുള്ള ഒരാളാണെങ്കിൽ എന്തിനീ പത്രസമ്മേളനം നടത്തുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഒരു ആരോപണം ഉന്നയിക്കുന്ന ആൾ നട്ടലുണ്ടെങ്കിൽ അത് പാർട്ടിയിൽ പരാതിപ്പെടാത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അത് പരാതിയുമായിട്ട് മുമ്പോട്ട് പോകാത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അത് തെളിവ് പുറത്തുവിടാത്തത് എന്തുകൊണ്ട്? അതാണ് എൻ്റെ ചോദ്യം. ഇനി ഞാൻ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ച് ഷഹനാസ് സംസാരിക്കുന്ന 1-2 ഭാഗം ഞാനിവിടെ വയ്ക്കാം, നിങ്ങളെ കേട്ടു നോക്കാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഷഹനാസിനെ പറ്റി പറയുന്ന ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ചിലപ്പം എന്താ പറയുക, സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നൊന്നല്ല, ഞാൻ പറയട്ടെ, നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് ഇവൻ ഞാനിപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ്. ഇവൻ കോടിയാണെന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ. കോടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ KSU അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ, ഇത് ഞാൻ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തിരിച്ചു വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിൽക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക്, വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക്, രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് വീണ്ടും രാഹുലിനെ കൊടുക്കാനുള്ള കളികളാണ് ഇതൊക്കെ. ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിരപരാധിത്വം കേരള ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാഹുലിനെ പൂട്ടാനെ കൊണ്ട് കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇറക്കിയ ഒരു നാടകം മാത്രമാണെന്ന് ആരും കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജസ്ല മാടശ്ശേരി പുറത്തുവിട്ട ചാറ്റിൻ്റെ ഫുൾ ചാറ്റ് പുറത്തുവിടൂ, ഫുൾ ചാറ്റ് 2017 ഒരു ചാറ്റ്, അതിനകത്ത് അതും അറ്റവും തലയും വാലും മൂളയൊന്നും ഇല്ലാത്തൊരു ചാറ്റാണ്. അതിനകത്ത് എന്താണ് വൃത്തികേട്? അതിനകത്തൊരു വൃത്തികേടും സംസാരിക്കുന്നില്ല. പക്ഷേ ആ ഫുള്ള് ചാറ്റ് പുറത്തു വേണം. എന്തായാലും ബാക്കി ചാറ്റുകളൊക്കെ കാണൂല, 2017 ശേഷമുള്ള ചാറ്റുകൾ കാണൂല, അത് പുറത്തു വേണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കുന്നുണ്ട്, ഇതെല്ലാം പുറത്തു വിടാമെന്ന് പുള്ളി വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളിയാണ് ഏറ്റെടുക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസ് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിലിരുന്നിട്ട് ആ വെല്ലുവിളി ഏറ്റെടുത്ത് സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിലിരുന്നിട്ട് സംസാരിക്കാൻ തയ്യാറാവും, തെളിവ് ഉൾപ്പെടെ കാണിച്ച് സംസാരിക്കാൻ തയ്യാറാവും. എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കും, അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം തെളിവ് ഉൾപ്പെടെയാണ് രാഹുൽ മാങ്കൂട്ടം കൊണ്ടുവച്ചിട്ട് ആ ഇൻ്റർവ്യൂവിൽ കാണിച്ച് തെളിവ് ഉൾപ്പെടെയാണ് രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത്. അതിലും വലിയൊരു തെളിവൊന്നും ഇനി കാണാനും കേൾക്കാനും ഇല്ല. കാരണം അവിടെ എവിടെയും കുറേ അറ്റവും മൂലം ഓഡിയോ ക്ലിപ്പും എല്ലാം കുറേ സ്ക്രീൻഷോട്ടും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കാന്നുള്ളൊരു തോന്നലായിരിക്കും അല്ലേ? അത് ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി ഇതുപോലുള്ളൊരു കള്ള കേസിനകത്ത് കുടുക്കി പുള്ളിയുടെ ജീവിതം തകർത്തയാണ്. അതുകൊണ്ട് ഇനി അതുപോലൊരു നേതാവിൻ്റെ ജീവിതം തകർക്കാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. അത് വേറെ കാര്യം. ഇനി ഇപ്പോൾ ഇവിടെ ഷഹനാസ് പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അതിൻ്റെ ഒരു ബാക്കി ഭാഗം കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു പോകും. ഒന്നും നിരാകരിക്കാതെ ഇപ്പം വന്നിട്ട് അവന് ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പെടുത്തലിനെ പെടാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് മറുപടി പറയാനുണ്ട്, ഞാൻ പറയും. ഫേസ്ബുക്കില് അതെ, എനിക്ക് അതിനൊക്കെ ക്ലാരിറ്റി വേണമെങ്കിൽ എന്റെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ഇരിക്കണം. അവൻ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക്, അവൻ വളച്ചൊടിച്ച കാര്യങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഉത്തരം പറയാൻ പറ്റില്ല. എന്റെ മുന്നിൽ ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടം, അവൻ പറഞ്ഞല്ലോ സ്ക്രീൻഷോട്ട് വിടാൻ ഞാൻ തയ്യാറാണെന്ന്. ഞാൻ അവന്റെ മുന്നിലിരുന്ന് സംസാരിക്കാൻ തയ്യാറാണ്. അവൻ പറഞ്ഞിട്ടുള്ള വളച്ചൊടിക്കലിന്, അവൻ തയ്യാറാക്കി വന്ന ചോദ്യങ്ങൾക്ക് അവന്റെ മുന്നിലിരുന്ന് എനിക്ക് സംസാരിക്കണം. അത് അവന്റെ വീട്ടിലായപ്പോൾ ഞാൻ തയ്യാറാണ്. അവൻ ഇന്നെല്ലാരും പറയട്ടെ, അവൻ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിച്ചാൽ എവിടെ മത്സരിച്ചാൽ എനിക്കെന്താ? എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ രാഹുലിനോട് ഞാൻ ഇതിനെ ഒന്നും നിർവചിക്കാൻ പറ്റുന്ന ഒരാളെയല്ല പാർട്ടിയില്. ഞാൻ രാഹുൽ നീ പാലക്കാട് മത്സരിക്കാമെന്നോ അല്ലെങ്കിൽ വേറെ എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. എന്തായാലും ലേശം ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണം. കാരണം 2020 രാഹുൽ മാങ്കൂട്ടം കാട്ടുകോഴിയാണ്, കോഴി എന്നൊക്കെ വിളിക്കുന്ന ഇവര് 2020 രാഹുൽ മാങ്കൂട്ടം കോഴിയാണെന്ന് അറിഞ്ഞിട്ടും ആ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് സൗഹൃദം സ്ഥാപിച്ചത്? ആ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് കഴിഞ്ഞ വർഷം ദുബായിലേക്ക് ക്ഷണിച്ചത്, ദുബായിലേക്ക് വരാൻ വിളിച്ചത്? അതിനൊക്കെയാണ് ആദ്യം ആൻസർ പറയേണ്ടത്. ഈ 2020 കോഴിയാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? എന്നാൽ പിന്നെ അന്നേയും ഒഴിവാക്കാമായിരുന്നല്ലോ, അന്നേയും രംഗത്ത് വരാമായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. എന്തുകൊണ്ട് വന്നില്ല?
അപ്പം അതുമാത്രമല്ല, പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് ആശംസ, ഫോൺ വിളിച്ച് ആശംസ അറിയിക്കുന്നു, ആശംസ പോസ്റ്റ് ഇടുന്നു, അങ്ങനെ പലതും. 2020 കോഴിയാണെന്ന് ഇപ്പം പറയുന്നല്ലോ, കോഴിയാണ് കാട്ടുകോഴിയാണെന്ന് പറയുന്ന ഒരാൾ 2020 അത് അറിഞ്ഞിട്ട് പിന്നെയും അയാളെ ക്ഷണിക്കുകയും അയാൾ വിളിച്ച് ഇതുപോലെ പ്രശംസിക്കുകയും അയാൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്ത വ്യക്തി ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് വന്നെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുള്ളവർ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ഇടണേ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി ഇതിനൊക്കെ എതിരെ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ 24 ന്യൂസിന് കൊടുത്ത ആ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൽ ഷഹനാസിനെ പറ്റിയിട്ട് ഞാൻ പറയുന്ന ആ ഒരു കാര്യം കൂടെ ഞാനിവിടെ വ്യക്തമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കും. ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെ പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് മൊത്തം കേൾക്കാത്തെ. ഷഹനാസിനെ ദുബായിലേക്ക് വിളിക്കുന്നത് മാഗ്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്, കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാണ് മാഗ്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. കേട്ടല്ലോ, രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട് 2020 ഞാനൊരു മോശക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പിന്നെ എന്തിനാ അതിന് ശേഷം എനിക്കെതിരെ എന്നെ ആശംസ അറിയിച്ച് എനിക്കെതിരെ പോസ്റ്റ് ഇടുന്നു, എന്നെ പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം എണ്ണി പറയുന്ന കാര്യങ്ങളാണ്. എന്നെ ദുബായിലേക്ക് വരെ ക്ഷണിക്കുന്നു എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം എണ്ണി ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിനൊക്കെ ആദ്യം ഉത്തരം പറയുക. എന്നിട്ട് വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനം വിളിച്ചു വിട്ടിട്ട് വളവളാന്ന് സംസാരിക്കുക. ഇതൊക്കെ ജനങ്ങൾ ആദ്യം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിന് ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുക. അതാണ് വേണ്ടത്. ധൈര്യം ഉണ്ടെങ്കിൽ അത് പറ. അതിനുശേഷം ഇതൊക്കെ എന്തിനു ചെയ്തു എന്ന് ആദ്യം പറ. ഇനി ഈ പത്രസമ്മേളനം തന്നെ ലോക ഉടായ്പാണെന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 4 ജേർണലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. 4 ജേർണലിസ്റ്റ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് രാഹുലിൻ്റെ മുഖത്ത് കരിവാരി തേക്കാനെ കൊണ്ട് ഉടനെ പിറ്റേന്ന് തന്നെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ഈ പറഞ്ഞിട്ടുള്ള രാഹുലിനെതിരെ അന്ന് നിന്നിട്ടുള്ള ആളുകളെല്ലാം പൈസ കൊടുത്ത് വലവേശി വീണ്ടും പിടിക്കുന്നു, വീണ്ടും പത്രസമ്മേളനത്തിൽ കൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും സമയത്ത് അത് പതിയുമെന്നുള്ളൊരു കാര്യം ആരും ഓർത്തില്ല കേട്ടോ. ഇവിടെ ഷഹനാസ് പത്രസമ്മേളനം കഴിഞ്ഞ് എല്ലാം നിർത്തുന്ന സമയത്ത് അവിടെ മീഡിയ വണ്ണിൻ്റെ ക്യാമറ അവിടെ ഓണായിട്ടിരിക്കുമായിരുന്നു. ഇവരറിയുന്നില്ല. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനതിവിടെ കാണിക്കാം, തെളിവ് സഹിതം ഇവിടെ കാണിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പെന്ന് പറഞ്ഞ സാധനം എവിടെയെങ്കിലും പതിയാതിരിക്കത്തില്ല. എന്ത് ഉടായ്പ കാണിച്ചാലും എന്ത് കള്ളത്തരം കാണിച്ചാലും അതിനകത്ത് മീഡിയ വണ്ണിൻ്റെ ക്യാമറ ഓണായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുവാണ് എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ചോദ്യങ്ങളും ചോദിക്കണ്ട, നിങ്ങൾ എന്നെ കൊണ്ടെല്ലാം പറയിപ്പിച്ചല്ലോ എന്നുള്ളൊരു ഡയലോഗാണ് അവിടെ അടിപ്പിക്കുന്നത്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞേക്കുന്നത് കറക്റ്റ് തന്നെയാണ്. രാഹുലിനെ എതിരെ കളിക്കാനെ കൊണ്ട് 3-4 മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ കളിക്കുന്നത്. അവിടെ ഈ ഷഹനാസ് പറയുവാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല, ഇത്രയും പോരെയെന്ന്. അപ്പം അവരത് ഒരു ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് സംസാരിച്ചതാണെന്നാണ് അതിൽ അവർ പറയുന്നതിൻ്റെ സാരമെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ സത്യാവസ്ഥ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ആ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ വെച്ച് തരാം. മീഡിയ വണ്ണിൽ വന്നൊരു
ഒരു ക്ലിപ്പാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരുപാട് ഞാൻ പറഞ്ഞു, ഒരുപാട് നിങ്ങൾ എന്നെ കൊണ്ട് സഹിപ്പിച്ചെന്ന്. കണ്ടല്ലോ, എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുക തന്നെ ചെയ്യും. ഇനി വേറൊരു കാര്യം, ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വന്തം പാർട്ടിയെ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള വ്യക്തികളെയല്ലേ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടത് അല്ലേ? ഇവിടെ ആരാണ് ഇപ്പം ഈ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഇവരെ പോലെയുള്ള ആളുകളാണ്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടമല്ല. ഇവരെ പോലെയുള്ള ആളുകളാണ് സ്വന്തം പാർട്ടിയെ തകർക്കാൻ കരിവാരി തേക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, മറ്റുള്ളവരെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച്. അപ്പോൾ ഇവരെ പോലത്തുള്ള ആളുകളെയാണ് പാർട്ടി പുറത്താക്കേണ്ടത്. എന്തുകൊണ്ട് വി.ഡി. സതീശനൊക്കെ ഇതൊക്കെ കണ്ണടച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് വി.ഡി. സതീശന് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ധൈര്യമില്ല? ഒരു ആരോപണം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ കാണിച്ച ധൈര്യമൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പം ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കളികളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്വന്തം പാർട്ടിയെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് കരിവാരി തേക്കുന്ന രീതിയിൽ ആ ഒരു പ്രസ്ഥാനത്തെ അടിച്ച്, സ്വന്തം കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പല ആളുകളും പെണ്ണുപിടിയന്മാരാണ്, കോഴികളെന്ന് വിളിച്ചു കൂവിയിട്ട് പോലും എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടിയെടുത്ത് അവരെ പുറത്താക്കുന്നില്ല? ഇലക്ഷൻ വരുവാണ്, ഇവർ ഈ ഉന്നയിക്കുന്നതെല്ലാം ഇലക്ഷൻ സമയത്ത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്ന് കരുതാതെ എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല? അപ്പം എല്ലായിടത്തിനും ആഗ്രഹം സീറ്റാണ്, എല്ലായിടത്തിനും ആഗ്രഹം കസേരയാണ്. അല്ലാതെ സ്വന്തം പാർട്ടി മുമ്പോട്ട് നിലനിന്ന് പോകണമെന്നുള്ളൊരു ഒരാഗ്രഹവും ഒരാൾക്കും ഇല്ലെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നത് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.